ഇന്ത്യയിലെ ഏതൊരു മെട്രോ നഗരത്തിലും നമ്മൾ ആദ്യം കാണുന്ന മുഖങ്ങൾ ആരുടേതാണ്? കൂറ്റൻ ഫ്ളാറ്റുകൾ പണിയുന്നവർ, റോഡുകൾ ടാർ ചെയ്യുന്നവർ, ഹോട്ടലിലെ ഭക്ഷണം വിളമ്പുന്നവർ. ഇവരിൽ ഭൂരിഭാഗം വരുന്നത് ബീഹാറിൽ നിന്നോ യു.പിയിൽ നിന്നോ ആണ്. എന്നാൽ അവർ പടുത്തുയർത്തുന്ന ഈ നഗരങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ? ദ വോയർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടും ചെന്നെത്തുന്ന നഗരങ്ങളിൽ അന്യരായി മുദ്രകുത്തപ്പെട്ടും കഴിയുന്ന ബീഹാറി തൊഴിലാളികളുടെ അതിജീവന പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ബീഹാർ വിടുന്നത്? ഇത് കേവലം ആഗ്രഹത്തിന്റെ പുറത്തുള്ള യാത്രയല്ല, മറിച്ച് നിവർത്തികേടിൻ്റെതാണ്. കൃഷിനാശം, വ്യവസായങ്ങളുടെ അഭാവം, ജാതീയമായ അടിച്ചമർത്തലുകൾ എന്നിവ അവരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്നു. ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ബീഹാറി എന്നൊരൊറ്റ ഐഡന്റിറ്റിയിലേക്ക് അവർ ഒതുക്കപ്പെടുമ്പോൾ അവരുടെ പിന്നിലെ സാമൂഹിക സാമ്പത്തിക തകർച്ച നഗരവാസികൾ കാണാതെ പോകുന്നു. അവർക്ക് നഗരം ഒരു അഭയസ്ഥാനമല്ല, മറിച്ച് വിശപ്പടക്കാനുള്ള ഒരു ഇടം മാത്രമാണ്. നഗരങ്ങളിൽ ഇവർ നേരിടുന്നത് രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഒന്ന് ശാരീരികം, മറ്റൊന്ന് മാനസികം. പല സംസ്ഥാനങ്ങളിലും ബീഹാറി എന്നതൊരു അധിക്ഷേപ വാക്കായി മാറിയിരിക്കുന്നു. മുംബൈയിലോ ഡൽഹിയിലോ ഉള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഈ കുടിയേറ്റക്കാരെ ബലിയാടാക്കുന്നു. തദ്ദേശീയരുടെ ജോലി ഇവർ തട്ടിയെടുക്കുന്നു എന്ന നുണക്കഥകൾ പ്രചരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഏത് മോശം സാഹചര്യത്തിലും കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കാൻ തയ്യാറായ ഈ മനുഷ്യരാണ് ഇന്ത്യൻ നഗര സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയ ആ മനുഷ്യരിൽ ഭൂരിഭാഗവും ബീഹാറികളായിരുന്നു. ഭരണകൂടത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ ഇവർക്ക് സ്ഥാനമില്ല. റേഷൻ കാർഡോ വോട്ടവകാശമോ കൃത്യ താമസ രേഖകളോ ഇല്ലാത്തതിനാൽ നഗരത്തിലെ ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. അവർ നഗരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നഗരത്തിൻ്റെതല്ല. ഒരു ബീഹാറി തൊഴിലാളി നഗരത്തിലെത്തുമ്പോൾ അയാൾക്ക് തന്റെ ഭാഷയോ സംസ്കാരമോ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഭയമാണ്. അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ അയാൾ നിർബന്ധിതനാകുന്നു. എങ്കിലും അയാൾ ഒരിക്കലും ആ നഗരത്തിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുന്നില്ല. ഈ ഏലിനേഷൻ അവരെ മാനസികമായി തളർത്തുന്നു. സ്വന്തം നാട്ടിൽ ജോലിയില്ല, വന്ന നാട്ടിൽ സ്നേഹമല്ല. ഈ രണ്ട് അവസ്ഥകൾക്കിടയിൽ തൂങ്ങിയാടുകയാണ് ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ. ബീഹാറി തൊഴിലാളികളെക്കുറിച്ചുള്ള ഈ ചർച്ച കേവലം ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു ഇന്ത്യൻ പൗരന് രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാനും മാന്യമായി ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ആ അവകാശം ഇന്നും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. നമ്മൾ നടന്നു പോകുന്ന റോഡുകളിലും നമ്മൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലും ഈ മനുഷ്യരുടെ വിയർപ്പുണ്ട്. അവരെ വിദ്വേഷത്തോടെ കാണുന്നതിന് പകരം ആ വിയർപ്പിന്റെ വിലയെങ്കിലും നൽകാൻ നഗര സമൂഹം തയ്യാറാകേണ്ടതുണ്ട്.